2024 അവസാനിക്കുമ്പോൾ ഇക്കൊല്ലം നല്ല കിടിലൻ പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ചില മൂവീസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ആൻഡ് ഫെബ്രുവരി റിലീസ് ആയിട്ടുള്ള ബ്രഹ്മയുഗത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ ഒരു പടത്തിനെ കാത്തിരിക്കുന്നതിനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. രാഹുൽ സദാശിവൻ മമ്മൂട്ടി പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻസ് അതിനെല്ലാം 100% കീപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ ഒരു പടം തിയേറ്ററിൽ നിന്നിരുന്ന് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്താണോ ഞാൻ പ്രതീക്ഷിച്ചു പോയത് എൻ്റെ ഡബിൾ ഇരട്ടി ഒരു ഫീല് കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു. ആ ഒരു മനയെ റിലേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഫോക്ക് ഹോറർ എന്ന് പറയുന്ന ഒരു ജോണറിൽ നിന്നുകൊണ്ട് എങ്ങനെ ആ ഒരു കണ്ടന്റിനെ പ്രസന്റ് ചെയ്യണം. ആൻഡ് അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ പെർഫോമൻസ് കൂടി ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ഒരു കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് അതിന് വേണ്ട മാനറിസംസും അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വേൾഡ് ബിൽഡിങ്ങിനെ അതിന്റെ പീക്കിൽ എത്തിക്കാനായിട്ട് ഇതിന്റെ ഡയറക്ടറിന്റെ ഹോൾ ക്രൂവിന് സാധിച്ചിരുന്നു. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ആ ഒളപ്പമണ്ണ മനേനെ ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈനിന്റെ ഒരു കഴിവ് കൊണ്ട് എങ്ങനെ ആ ഒരു മനയുടെ ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു എന്നുള്ളതൊക്കെ ശരിക്കും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഡിസൈനിൽ എത്രത്തോളം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് അത്രത്തോളം കാണിച്ചു തന്ന പല സിനിമകളും നമ്മുടെ ചുറ്റുമുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും, അതുപോലെ മഞ്ഞുമ്മൽ ബോയ്സ്, അജയൻ ചാലിശ്ശേരിയൊക്കെ ആ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഗുണ കേവിന്റെ ഒരു ക്രിയേഷനൊക്കെ ശരിക്കും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു കഥയ്ക്കും ആ ഒരു സിറ്റുവേഷനും റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നത്രത്തോളം വളരെയധികം ആലോചിച്ചെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് അതിനുശേഷം വന്നൊരു പടം തന്നെയായിരുന്നു ഡ്യൂൺ 2. അത് മാർച്ചിൽ ആ ഒരു പടത്തിന്റെ റിലീസ് വന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എവിടെയാണ് അവസാനിച്ചത് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ലാതെ അതിൻ്റെ ഉള്ളിൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളെ വളരെ റെലവെന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് വെച്ച് തന്നു. ആൻഡ് ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് വാസ് പീക്ക്. അത് പറയാനായിട്ട് എന്താ പറയുക, വാക്കുകളില്ല. അത്രയും നല്ലൊരു പീക്ക് എക്സ്പീരിയൻസ് തന്നെ പ്രൊവൈഡ് ചെയ്തൊരു പടം തന്നെയായിരുന്നു. എൻ്റെ അതിന്റെ തേർഡ് പാർട്ടി ഇനി ഒരു 2-3 വർഷത്തിന് ശേഷം റിലീസ് ഉണ്ടാവും. പക്ഷെ അത്രത്തോളം വർഷത്തോളം കാത്തിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടാണ് ആ പടം അവസാനിച്ചിട്ടുള്ളത്. ഒരു വിശ്വാസം എന്നുള്ളത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സിനിമയുടെ ഒരു എൻഡിങ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഇനി എന്തുണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ലീഡ് ഇട്ടുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് അവസാനിച്ചിട്ടുള്ളത്. ആൻഡ് തേർഡ് പാർട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഈവൻ ഓരോരോ ലീഡിങ് കാസ്റ്റിന്റെ പെർഫോമൻസ്, അതുപോലെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെയും, അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും ആ ഒരു വേൾഡിൽ എന്നുള്ള ഹിന്റ് നിർത്തിക്കൊണ്ടാണ് ആ പടം അവസാനിച്ചിട്ടുള്ളത്. ആൻഡ് അത് തിയേറ്ററിൽ നിന്ന് കണ്ടില്ലെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു പടം തന്നെയായിരുന്നു ഡ്യൂൺ 2. ആൻഡ് ഹിയർ കംസ് അവർ മൈൽ സ്റ്റോൺ ഇൻ മോളിവുഡ്, മഞ്ഞുമൽ ബോയ്സ്. പറയേണ്ട ഒരു കാര്യമില്ല, കാരണം മോളിവുഡിന്റെ ഒരു പീക്ക് പൊട്ടൻഷ്യൽ കാണിച്ചു തന്ന ഒരു മൂവി തന്നെയായിരുന്നു. കാരണം സിനിമയുടെ റിലീസിന് മുന്നേ ഒരുപാട് രീതിയിലുള്ള റൂമേഴ്സ്, അല്ലെങ്കിൽ സുഷിൻ ശ്യാമിന്റെ ആ ഒരു ഇന്റർവ്യൂലൊക്കെ മോളിവുഡിന്റെ ആ ഒരു റേഞ്ച് തന്നെ മാറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ 100% പക്ക പ്രോമിസിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു പടം തന്നെയായിരുന്നു. ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങും ഗുണ കേവിൽ പോയിട്ട് പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അത്രത്തോളം ത്രില്ലടിപ്പിച്ച് എഡ്ജ് ഓഫ് ദി സീറ്റിൽ കൊണ്ടിരുത്തിയ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചിദംബരത്തിന് സാധിച്ചു. ആൻഡ് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ആൻഡ് മറ്റുള്ള ഷൈജു കാലത്തിന്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി, അജയൻ ചാലിശ്ശേരിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ, ഇതെല്ലാം കൊണ്ടും തന്നെ നമ്മളെ ആ ഒരു ഗുണ കേവിലേക്ക് ആ ഒരു ഇൻസിഡന്റിന്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തിയ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ ആ ഒരു പടത്തിൽ ആ ഒരു സംഭവത്തിന് ശേഷം അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ട്രോമേനെ കൂടി കാണിച്ചു തന്നപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ചില സർവൈവൽ മൂവിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് അവിടെ ഫീൽ ചെയ്തിരുന്നു. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. ആൻഡ് ഏപ്രിൽ റിലീസ് ചെയ്തിട്ടുള്ള ആവേശം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പടം തന്നെയാണ്. കാരണം രോമാഞ്ചത്തിന്റെ ഡയറക്ടർ ഫഹദ് ഫാസിലായിട്ടുള്ള ഒരു പടം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതും ആ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കലും അതുവരെ ട്രൈ ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സംഭവത്തിൽ സുഷിൻ ശ്യാം കൊണ്ടുവരുന്നു എന്നുകൂടി പറഞ്ഞപ്പോൾ നമുക്ക് എന്തൊക്കെയോ സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്നുള്ള ഒരു ഫീല് തന്നെയായിരുന്നു. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വൈബിൽ എല്ലാ ഫുള്ളി ആ ഒരു ഹൗസ്ഫുൾ പാക്ഡ് ഓഡിയൻസിന്റെ ഒപ്പം ഇരുന്ന് കണ്ടപ്പോൾ
അതുവരെ കിട്ടാത്ത ഒരു പീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു പടം ഓഫർ ചെയ്തിരുന്നത്. രംഗണ്ണന്റെയും അമ്പാന്റെയും ആ ഒരു കെമിസ്ട്രി ഒക്കെ എത്രത്തോളം ട്രെൻഡിങ് ആയി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഇൻസ്റ്റാ റീൽസിലായാലും അല്ലെങ്കിൽ ട്രോളുകളിലായാലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും അതെ, അതിൽ പല ഡയലോഗുകളും ഭയങ്കര ട്രെൻഡിങ് ആയി. അത്രത്തോളം ഒരു മറക്കാൻ പറ്റാത്ത ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളായി മാറി ആ ഒരു പടത്തിന്റെ റെഫറൻസുകൾ പലയിടത്തും. ആൻഡ് ആ ഒരു പടം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ളൊരു ഫീല് തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസം അത്രത്തോളം ഒരു ഓക്കെ അല്ല, വളരെയധികം ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നല്ലൊരു വൈബായിട്ടുള്ള ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ എന്താണോ നമുക്ക് കിട്ടുക അതിന്റെ ഒരു 100% ഡെലിവർ ചെയ്യാനായിട്ട് ആ പടത്തിനോട് സാധിച്ചു. ആൻഡ് ആവേശം ആ ഒരു ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവും. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ആൻഡ് ഫ്യൂരിയോസ, മാഡ് മാക്സ് സാഗ, നമ്മൾ മാഡ് മാക്സ് ഫ്യൂരി റോഡിന്റെ ആ ഒരു മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂരിയോസ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു പ്രീക്വൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഒറിജിൻ എങ്ങനെയാണ്, ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ കാണിച്ച് നല്ലൊരു പക്ക എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത ഒരു പടം തന്നെയാണ്. അത് അത്രത്തോളം ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. ആസ് എ മൂവി ലവേഴ്സിന് അത് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു പടം തന്നിട്ടുള്ള ഒരു ഫീല് അതിന് എന്താ പറയാ, ഒരു 100% കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു. കാരണം ആ ഒരു ലീഡിങ് ക്യാരക്ടറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ, ഇതിൽ ആ ഒരു ക്യാരക്ടറിനെ എന്താണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനറിസംസ് ഇങ്ങനെയാണെന്ന് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി എത്രത്തോളം യുണീക്ക് ആണെന്നുള്ളത് ഈ പടം കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ആ പടം വിചാരിച്ചത്ര ഒരു റണ്ണിങ് കിട്ടിയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ആ പടം ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പടം തന്നെയാണ്. ആൻഡ് കൽക്കി 2898 AD. ആൻഡ് എന്താണോ റിലീസിന് മുന്നേ പ്രതീക്ഷിച്ചത്, കാരണം അത്രത്തോളം വലിയ ഹൈപ്പ് ഒരു ജസ്റ്റ് ഒരു മീഡിയം ലെവലിൽ നിന്നിട്ട് അവസാനം ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഒരു കത്തിക്കേറലായിരുന്നു ഈ പടം നമ്മൾ കണ്ടത്. അതിന്റെ ആ ഒരു മഹാഭാരതത്തിന്റെ ആ ഒരു പോർഷൻസും ആൻഡ് പിന്നീട് പടത്തിന്റെ ഒരു അവസാനം കൊണ്ട് നിർത്തിയിട്ടുള്ള ആ ഒരു ക്ലിഫ് ഹാങ്ങർ ഒക്കെ കൂടി സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഗംഭീര ലീഡ് ഇട്ടുകൊണ്ടാണ് പടം അവസാനിച്ചിട്ടുള്ളത്. ഈ ഒരു വർഷം ഈ ഒരു വർഷം എന്നല്ല, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം വലിയ ബിഗ് ബഡ്ജറ്റിൽ ഒരു പടം ഇറക്കി അതിന്റെ മാക്സിമം ബഡ്ജറ്റ് യൂസ് ചെയ്ത് ഒരു പടം ഇറക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് കൽക്കി 2898 AD. ആൻഡ് നാഗശ്വൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു വിഷൻ ഈ സിനിമയിൽ 100% ആയിട്ട്, അല്ലെങ്കിൽ എന്താണോ അവര് പ്ലാനിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വേൾഡ് എന്തായിരുന്നോ കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ക ഔട്ട്പുട്ടായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ആൻഡ് നല്ലൊരു ഗംഭീര സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അത് കമൽഹാസന്റെ ആ ഒരു യാഷ്കിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പീക്ക് പൊട്ടൻഷ്യൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു സെക്കൻഡ് പാർട്ട് ആയിരിക്കും. എന്തായാലും നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. അല്ലെങ്കിൽ എടുത്തു പിടിച്ച് ധൃതി പിടിച്ചിറക്കാതെ ഇവരെങ്ങനെയാണോ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇറക്കിയത് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പറ്റട്ടെ. ആൻഡ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ പറയേണ്ട ആവശ്യമില്ല. കാരണം MCUന്റെ ഇത്രത്തോളം നാളത്തെ ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്തത്, അതായത് എൻഡ് ഗെയിമിന് ശേഷം അവർ റിലീസ് ചെയ്തതിൽ ആകെ 1-2 പടങ്ങൾ മാത്രമേ അതിന്റെ ഒരു ഫീല് തരാൻ പറ്റുള്ളൂ. നോവേ ഹോമും അതുപോലെ ഷാങ് ചുഗിയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള പടങ്ങൾ. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗംഭീര ഫാൻ ട്രീറ്റ് ഓഫർ ചെയ്ത ഒരു പടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ തന്നെയാണ്. അതായത് അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയപ്പോൾ ഫുൾ ഫാൻസിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, അതാണ് ഈ പടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരുടെ ഒരു കോമ്പിനേഷൻ ആൻഡ് ആ ഒരു നമുക്ക് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു ഫാൻ മൂവിയിൽ നിന്ന്, ആ ഒരു സംഭവത്തെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ആൻഡ് ഈ ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു വർഷം കിട്ടി. ആൻഡ് ഇനിയും ഇവരുടെ ഒരു കോംബോ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും അതിനൊത്ത ഒരു ട്രീറ്റ്മെന്റ് എന്തായാലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും, നമ്മൾ എന്റർടൈൻ ചെയ്തിരുത്താനും പറ്റും. ഈവൻ ആ ഡെഡ്പൂളിന്റെ ഓപ്പണിംഗ് സോങ്ങിലത്തെ ആ ഒരു ഡാൻസ് ഒന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ആൻഡ് അത് നല്ല ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെയുള്ള പല പടങ്ങളും ഇങ്ങനെ പോയി ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മാർക്കോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഒരു ആക്ഷൻ മൂവി ലവേഴ്സിനെ എത്രത്തോളം പിടിച്ചിരുത്താൻ പറ്റുന്നു അതിനനുസരിച്ചുള്ള മേക്കിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു പക്ക മൂവി എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് മാർക്കോന്റെ ആ ഒരു ഹോൾ ടീമിന് സാധിച്ചു. ഈവൻ ആ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വയലൻസ് സീൻസിനൊക്കെ ഈവൻ ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും ശരി, അതിന്റെ സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ആയാലും ശരി, ഒരു BGM യൂസ് ചെയ്യാതെ കാണുന്ന പ്രേക്ഷകൻ ആ ഒരു ആക്ഷന്റെ ഓരോ മൂവ്മെന്റ്സിനനുസരിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ കൊറിയോഗ്രാഫേഴ്സിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിനുള്ള റിസൾട്ട് തന്നെയാണ് ഈ പടത്തിന് കിട്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സക്സസ്. എന്തായാലും ഒരു ലോങ് റൺ തന്നെ ഈ പടത്തിന് കിട്ടട്ടെ. ആൻഡ് ഫൈനലി ഈ ഒരു പടങ്ങൾക്കിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പടം തന്നെയാണ് ഏലിയൻ റോമുലസ്.
ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് നമ്മൾ കേൾക്കാറുണ്ട്. അതിന്റെ ഒരു മാക്സിമം വേർഷൻ കണ്ടത് ഏലിയൻ റൂമിൽസ് കാണാൻ പോയപ്പോഴായിരുന്നു. ആ ഒരു ഏലിയൻ മൂവീസ് ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അതെന്താണ് ആ ഒരു സിനിമയിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതിന്റെ ഒരു കിഡിലനായിട്ടുള്ള ഒരു വേർഷൻ തന്നെയായിരുന്നു ഈ ഒരു വർഷം കാണാൻ പറ്റിയ ഏലിയൻ റോമുലസ്. അതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോവുകയും അതിന്റെ ട്രിവ്യൂ ഒക്കെ വായിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയാണോ ആ സെറ്റിൽ ഒരു ശരിക്കും ഒരു ഹൊറർ ഫീൽ അവർക്ക് കൊണ്ടുവരേണ്ടത്, കുറച്ച് മിസ്റ്റീരിയസ് ആൻഡ് ഹൊറർ ഫീൽ കൊണ്ടുവരേണ്ടത്, അതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പടത്തിനെ അവർക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചത്. ഈവൻ ആ ഒരു ക്ലൈമാക്സിലുള്ള ഒരു പീക്ക് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫീല് അത്രത്തോളം മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ഹോം തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ടാലോ ഒന്നും ഒരു തിയേറ്ററിൽ നിന്ന് കാണുന്ന ഒരു ഫീല് കിട്ടില്ല. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഈ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല പീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത ഒരു പടം തന്നെയാണ്. ആൻഡ് ഇതിന്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു പടത്തെ സംബന്ധിച്ച് എന്താണോ കിട്ടുന്നത് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഉണ്ട്. അത് ചില പടങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ തരാൻ സാധിക്കും. നമുക്കതൊരു നമ്മളിപ്പോ ഡിജിറ്റലി റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു OTT റിലീസിൽ നമുക്കിന്ന് കാണുമ്പോൾ ഒരിക്കലും അത് കിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങാനുണ്ട്. കാണാൻ പറ്റുന്നവർ മാക്സിമം തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണുക. പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ചില സിനിമകൾ കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ പേഴ്സണൽ ആൻഡ് വർക്ക് ലൈഫും അല്ലെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ പടങ്ങളും കാണാൻ ആഗ്രഹിച്ച ചില തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമകൾ കാണാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എന്തായാലും വരുന്ന പടങ്ങൾ മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണുക. നല്ല സിനിമകൾ ഇറങ്ങട്ടെ, നല്ല സിനിമകൾ അതിനനുസരിച്ചുള്ള വിജയം ലഭിക്കട്ടെ. എന്തായാലും അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഈ ഒരു ലിസ്റ്റിലല്ലാത്ത വേറെ ഏതൊക്കെ പടങ്ങളാണ് നിങ്ങൾക്ക് ഈ കൊല്ലത്തെ ഒരു പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്തിരുന്നത് കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.